Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല കിഡ്ലൻ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്ക് ഈ ഒരു റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉണ്ടല്ലോ, ഇതൊന്ന് വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തി സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശക്തിയിലൊന്നും കുത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കി പതുക്കെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചിക്കൻ മുഴുവനായിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുത്തി ചതക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ടും ഇതുപോലെ ഒന്ന് പതുക്കെ കുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് വെച്ചിട്ട് ഇത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതോടെ ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നാരങ്ങനീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നാരങ്ങനീര് ഒരു പകുതി നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് വേർപ്പെടുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതോടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 പീസ് ചിക്കൻ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പീസോ അല്ലെങ്കിൽ 3 പീസൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിക്കിൽ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പീസ് വീതമാണ് ഓരോ സ്റ്റിക്കിലും കോർത്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 ഭാഗത്തും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് വീണ്ടും ഒരു 2 പീസ് ചിക്കൻ ഇതിലൊന്ന് കോർത്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഇപ്പോൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ 6 എണ്ണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വൈഡായിട്ടുള്ള പാനിൽ തന്നെ വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഒരു ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 എണ്ണമാണ് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് തീ ഒന്ന് കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് തീയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. പക്ഷേ ചിക്കനും കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം സമയം ഇതൊന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയത്തിന് ശേഷം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്.
ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്